വാട്സപ്പ് യൂട്യൂബ്, ഞാൻ Adarsh. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇപ്പം ക്വാറൻറ്റൈനും ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ചുമ്മാ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ എന്താ അവർ പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് മഞ്ഞ കളറായി, അതായത് മങ്ങിയ ഹെഡ് ലാമ്പ് വൃത്തിയാക്കാനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ 2 വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഹെഡ് ലാമ്പ് വലിയ ക്ലാരിറ്റി കുറവൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇത് 2009 മോഡൽ വാഗണാർ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ലാമ്പാണ് നമ്മളിന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റിനെ മേടിച്ചിട്ടുണ്ട്. അതും പിന്നെ തൂക്കാൻ ഒരു ന്യൂസ് പേപ്പറാണ്, പിന്നെ ഒരു ബക്കറ്റ് വെള്ളം. അത് അവൻ കൊണ്ടു തന്നിട്ടില്ല, എൻ്റെ ഫ്രണ്ട്. അപ്പം അവൻ ബക്കറ്റിൽ വെള്ളം കൊണ്ടു തരുമ്പോൾ നമുക്ക് തൂക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ട് ബെൽ ബട്ടൺ നിൽക്കുക. തമ്മിൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത് വീഡിയോ ഇട്ട് കിടക്കാം. നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങാം. അപ്പം ഞാനൊരു പേസ്റ്റ് മേടിച്ചുകൊണ്ടിരുന്നതിൻ്റെ. അപ്പം ഇതാണ് ഞാൻ തേക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആ വീഡിയോനകത്ത് അവൻ ഒരു ബ്രഷ് വെച്ചാണ് തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ബ്രഷ് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പറും കൈയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് അവസാനം ഒരു ബക്കറ്റ് ഇവിടെ ഉണ്ട്. ബക്കറ്റിനകത്ത് വെള്ളം വെച്ച് ഇതെല്ലാം തൂത്ത് കളയും. അപ്പോൾ അവൻ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന അവസാനം വീഡിയോ തുടങ്ങാം. പരിപാടി തുടങ്ങാം. ഞാൻ സർക്കുലർ മോഷനിലാണ് ചെയ്യുന്നത്. ഇപ്പം ഇത് നമ്മൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വെച്ച് വൃത്തിയാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഹെഡ് ലാമ്പ്സ് ഉണ്ടാക്കുന്ന പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. ഈ പോളികാർബണേറ്റ് ഷീറ്റ്സ് എന്നൊരു പ്രത്യേകത ഉണ്ട്. ഇത് വേഗം പൊട്ടൂല സാധാ ഗ്ലാസ് അപേക്ഷിച്ച്. അതുകൊണ്ടാണ് ഈ മാനുഫാക്ചേഴ്സ് പോളികാർബണേറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് ഇതിൻ്റെ കളർ പോകും. ഈ കളർ പെട്ടെന്ന് വാങ്ങാണ്ടിരിക്കാൻ വേണ്ടി മാനുഫാക്ചേഴ്സ് ഇതിനകത്തൊരു ക്ലിയർ കോട്ട് അടിക്കും. അപ്പോൾ ആ ക്ലിയർ കോട്ട് ഡീറ്റീരിയേറ്റ് ആവുന്നതാണ്. അതായത് ക്ലിയർ കോട്ടിൻ്റെ കളർ മങ്ങുന്നതാണ് ഈ ഹെഡ് ലാമ്പ് മഞ്ഞ കളർ വരുന്നത്. ഇത് കളയാൻ വേണ്ടി നമ്മൾ ഈ കോൾഗേറ്റ് പേസ്റ്റ് വെച്ചാക്കുമ്പോൾ, കോൾഗേറ്റ് പേസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ചെറിയ ഒരു ഗ്രെയിൻസ് പോലെ ഉണ്ട്. അത് അതിൻ്റെ ആ ഫൈനലായിട്ടുള്ള ഒരു യെല്ലോ കോട്ട് കളയുക ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ആ ഷൈൻ തിരിച്ച് കിട്ടുന്നത്. അതാണ് ഇങ്ങനെ നമ്മൾ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് കോൾഗേറ്റ് പേസ്റ്റ് അതിനകത്തുള്ള ആ ലാസ്റ്റ് ലെയർ കളയുക ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇത് ചെയ്ത് ഹെഡ് ലാമ്പ് വൃത്തിയായാലും ഒരു കൊല്ലം കഴിയുമ്പോൾ പിന്നെയും മഞ്ഞ കളർ തിരിച്ചു വരും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഹെഡ് ലാമ്പ് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യണം. അത് നമ്മൾ ഇത് സാൻഡ് ചെയ്തിട്ട് ക്ലിയർ കോട്ട് അടിക്കേണ്ടി വരും. അല്ലേ, നമ്മൾ സെറാമിക് കോട്ട് ചെയ്താലും മതി. അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം അതല്ല, അതാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് സൂക്ഷിച്ചൊക്കെ കാണാൻ ഈ അറ്റത്തുള്ളൊക്കെ പേസ്റ്റ് മഞ്ഞ കളർ, ഒരു മഞ്ഞ ഷെയ്ഡ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ലാസ്റ്റ് കോട്ടിങ് പോകുന്നുണ്ട് എന്നാണ്. ഞാൻ കുറച്ചും കൂടെ പേസ്റ്റ് ആക്കി. ബ്രഷ് ഉണ്ടായിരുന്നു കുറച്ചും കൂടെ സുഖമായിരുന്നു ഇപ്പോൾ തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ലോഡ് ആക്കിയിട്ടുണ്ട്. ഇത് നോക്കി നീ വൃത്തിയാക്കി നോക്കാം. എന്നിട്ട് മഞ്ഞ കളറുണ്ടെങ്കിൽ നമുക്കൊരു കോട്ടും കൂടെ ചെയ്യാം. അപ്പം ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഇത് പണ്ടത്തെക്കാട്ടും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആണ് മഞ്ഞ കളറെങ്കിൽ അതൊന്നും വൃത്തിയാവില്ല. കാരണം 11 കൊല്ലമായ വണ്ടിയാണ് ഇതിപ്പം. അതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ പ്രായം ഉറപ്പായിട്ടുണ്ടാവും. ഇതിന് പുറത്ത് നന്നായിട്ടൊരു ഷൈനിങ് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്ര സ്ഥിതിക്ക് ഒരു കോട്ടും കൂടി അടിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ പാറുവിൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ഒരു കോട്ടും കൂടി ചെയ്യുവാണ്. ഈ പ്രാവശ്യം തുണി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ തുണി ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വൃത്തിയാക്കാം. ഇപ്പോൾ നമ്മൾ ഹെഡ് ലാമ്പ് വൃത്തിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫുൾ പുതിയ ഹെഡ് ലാമ്പ് പോലെ ആയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ, ഹെഡ് ലാമ്പിൻ്റെ ഉള്ളിൽ യെല്ലോ വന്നിട്ടുണ്ട്. അത് മാറ്റാൻ പറ്റില്ല. അതല്ലാണ്ട് പുറമേ ഉള്ളതൊക്കെ നമ്മൾ വൃത്തിയാക്കി എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ കണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അപ്പുറത്തെ ഹെഡ് ലാമ്പ് വൃത്തിയാക്കണം. അത് പറഞ്ഞ് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തു. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് പരിപാടി ആയതുകൊണ്ടാണ്. പിന്നെന്താ, എത്രയാണ് ഈ വീഡിയോ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇത്
വണ്ടി എവിടെയോ തട്ടിപ്പോഴുള്ള ക്രാക്കാണ്. അപ്പം അതൊന്നും പോവില്ല. അതല്ലാണ്ട് ഇപ്പം ഈ ഹെഡ്ലാമ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്. ഇൻഡിക്കേറ്റർ അല്ല, ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്. ഇവിടെ കേട്ടൊരു യെല്ലോ ഷെയ്ഡ്സ് ഉണ്ട്. ക്യാമറയ്ക്ക് അത് വൃത്തിക്ക് കിട്ടുന്നില്ല കേട്ടോ, നേരിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് തന്നെ. ഇത് ഒരു അത്യാവശ്യം പുതിയ ഹെഡ്ലാമ്പ് പോലെയുണ്ട്. അപ്പോൾ ഇതാണ് ആഫ്റ്റർ ബിഫോർ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വെയിൽ കുറഞ്ഞു വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ഇടുക. ഇത് എന്തെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് കമൻറ്റ് ബോക്സ് ഇടുക. അതാകുമ്പം എനിക്കത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇത് ഞാൻ ചുമ്മാ ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്തേക്കാം. ഹെഡ്ലാമ്പ് അത്ര വൃത്തിയോടൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് ഇടുക. ഞാനപ്പം 20 രൂപ വേസ്റ്റാണ് മേടിച്ചത് ഹെഡ്ലാമ്പ് ക്ലീൻ ആക്കാൻ വേണ്ടി. ഈ സൈഡ് ക്ലീൻഡ് അല്ല, അതാണ് ക്ലീൻഡ്. ഈ ഹെഡ്ലാമ്പിന് വലിയ ചെളിവില്ല ഇതായിട്ട്. അപ്പം ഇതിനാണ് ബിഫോർ ആഫ്റ്റർ ചെയ്തത്. അപ്പം അത്രയേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇടുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ നിൽക്കുക. അപ്പം അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം സൈനിങ് ഓഫ്. ബൈ. നിങ്ങളുടെ സോപ്പ് പേസ്റ്റിൽ ഉപ്പുണ്ടോ? അവസാനം ഇത് വൃത്തിയിൽ ഫ്ലോപ്പ് ആവും. അടുത്ത നമുക്ക് ഓക്കെ then unboxing of Colgate paste, exclusive scenes. ഇത് രണ്ടായിട്ടാകുമ്പോൾ ചെയ്യാൻ വേണ്ടി ഉള്ളതുണ്ട്. ബാക്കി എനിക്ക് നാളെ പോയി പല്ലേക്കാം. കൊതുകിനെ അടിക്കാതെ അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ വീഡിയോയിൽ കിട്ടും. ആകെ കിട്ടും. എന്നെ കണ്ണുണ്ടോ? ഇപ്പം എന്നെ കണ്ണുണ്ടോ? ഇല്ലേ? So let's start. First we should unbox this box and we should take the paste and rub the headlamp. പക്ഷെ ഞാനിപ്പോൾ മലയാളം ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി പാട്ട് കിട്ടുമോ നോക്കാം. അവരോട് പറഞ്ഞ ഒരു പാട്ട് ഓഫ് ആക്കി തരുമോ? ഇല്ല. എന്ത് ക്രൂര നെയ്ബേഴ്സാടാ.